ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ലോലിപോപ്പ് സുന്ദരിയാണ് കേട്ടോ. നിറയെ പൂക്കളായി നിൽക്കുന്നുണ്ട്. ഒരുപാട് ദിവസം നിൽക്കും കേട്ടോ അതിൻ്റെ പൂക്കൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊന്നുമല്ല, നമ്മൾ അടുത്തൊരു വെറൈറ്റി ബോഗൺവില്ലയാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാ സുന്ദരിമാരും ഇവിടെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ചിലതിൻ്റെ ഒക്കെ പൂക്കൾ ഫെയിലാവാനായിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പ് പൂക്കളായിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മഴയൊക്കെ ആയാൽ നമ്മളിതൊക്കെ മാറ്റി വെക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു സെറ്റപ്പ് കണ്ടെത്തണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ റാണി കേട്ടോ. ഇത് ഹവായ് പർപ്പിളാണ് കേട്ടോ. വെരിക്കേഷൻ ലീഫാണ് വരുന്നത്. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെരിക്കേറ്റഡ് ലീഫുള്ള പ്ലാന്റുകളൊക്കെ. പിന്നെ പറഞ്ഞാൽ പ്രത്യേകിച്ച് പർപ്പിളിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു പർപ്പിൾ ഭ്രാന്തിയായിപ്പോയി. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് പർപ്പിൾ കേട്ടോ. ഈ ഡാർക്ക് പർപ്പിളും ഉണ്ട്, ലൈറ്റ് പർപ്പിളും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടമാണ്, ഒരുപോലെ ഇഷ്ടമാണ്. ഏതൊരു പർപ്പിൾ കണ്ടാലും ഞാനത് വാങ്ങിക്കും. അപ്പോൾ ഇത് കുറച്ചായിട്ടുള്ളൂ കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ട്. എന്നാലും പ്ലാന്റൊക്കെ റിപ്പോർട്ട് ചെയ്ത് നല്ല അടിപൊളിയായി സെറ്റപ്പായിട്ടോ. അപ്പോൾ ഈ ഒരു ഹവായ് പർപ്പിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റീസാണ്. പിന്നെ അത് മാത്രമല്ല നിറച്ച് പൂക്കൾ തരും ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കും. നമുക്ക് ഏതൊരു ചെടിയിലും പൂക്കൾ വിരിഞ്ഞാൽ അത് ഒരുപാട് ദിവസം നിൽക്കണം എന്നല്ലേ ആഗ്രഹം. അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുള്ളവർക്ക് പറ്റിയ പ്ലാന്റാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ ആയി വിരിഞ്ഞിട്ട് ഫെയിലായിട്ടുണ്ട്. എങ്കിലും ഈ ഒരു പൂവിൻ്റെ കളറിനൊന്നും ഒരു കോട്ടവും പറ്റിയിട്ടില്ല കേട്ടോ. നല്ല കുറച്ചൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള പൂക്കളാണ്. പിന്നെ ഈ ഒരു പഴയ പൂക്കളൊക്കെ കഴിയുമ്പോഴത്തേന് അടുത്ത ട്രിപ്പ് പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ 15 ദിവസത്തിൽ ആകുമ്പോഴത്തേന് ഏതെങ്കിലുമൊക്കെ ഓരോ വളങ്ങൾ മാറി മാറി കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ചെടികൾ ഇത്ര ഹെൽത്തിയായി നല്ല പുഷ്ടിയായിട്ട് തന്നെ വളർന്ന് കിട്ടുന്നത്. പിന്നെ ചില പ്ലാന്റുകളുണ്ട് നല്ല നീണ്ട് പോയിട്ട് അങ്ങനെ വളരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടം ഇങ്ങനെ പുഷ്ടിയായിട്ട് വളരുന്ന പ്ലാന്റുകളോടാണ് കേട്ടോ. എങ്കിലും അല്ലാത്ത പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. എല്ലാതും ഏത് കാണണമെന്നുണ്ടെങ്കിലും അതൊക്കെ സ്വന്തമാക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരുപാട് കളക്ഷൻ ഈ ഒരു പ്രാവശ്യം തന്നെ ആയിന്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമാകുമ്പോഴത്തേന് പുതിയ കളക്ഷനൊക്കെ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം.